സോ ഹായ് ഓൾ മൈസെൽഫ് അനന്തപത്മനാഭൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് റേഞ്ച് സൈക്കിൾ കൺസെപ്റ്റ് ആണ്. അതായത് ഇത് നമ്മളൊരു പുതിയൊരു പാക്കേജ് ആണ് ആക്ച്വലി. അതായത് SMC കാട്ടിയും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു മെത്തേഡ്. എന്ന് വെച്ചാൽ SMC കാട്ടിയും വലുതാണെന്നോ അങ്ങനെയൊന്നുമില്ല. അതായത് EMCയും SMCയും എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് RCC എന്ന് പറയുന്നത്. ഇപ്പം ഒരുപാട് പേര് SMCയിൽ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മേജർ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടി. ഈ ഡിമാൻഡിനെ ബ്രേക്ക് ചെയ്തത് ഈ സപ്ലൈ സോൺ ആണ്. അപ്പം ഒബ്വിയസ്ലി SMC ട്രേഡ്സ് പ്ലേസ് ചെയ്യുന്ന സോൺ ആയിരിക്കും ഇത്. പക്ഷേ ഇതും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് ലിക്വിഡിറ്റി ആയിട്ട് മാറും. പലപ്പോഴും നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസും സ്റ്റോപ്പ് ഫണ്ടും ഒക്കെ അടിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ചിലവരെ SMCയിൽ നല്ല രീതിയിൽ SMC ചെയ്യുന്നവർക്ക് ഓക്കെ ഒബ്വിയസ്ലി ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അങ്ങനെ ഒരു എൻട്രി എടുത്തൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവര് ഈ ഒരു കൺസെപ്റ്റ് നോക്കണമെന്നില്ല. SMCയിൽ കുറച്ചുകൂടി എന്താണോ സിനാരിയോ അതനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് ട്വീക്സ് ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ കുറെ പേർക്ക് അത് അത്ര അക്സെപ്റ്റബിൾ, എല്ലാവർക്കും അതൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല. പിന്നെ ഇത് RCCയിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ലോവർ ടൈം ഫ്രെയിം നോക്കത്തില്ല അധികം. കൂടുതലും നമ്മൾ ഹയർ ടൈം ഫ്രെയിം തന്നെയാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ കൂടുതലും ഒരു എൻട്രി കവർ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്കൊരു സെഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു അനാലിസിസ് ഒക്കെ ചെയ്ത് നേരത്തെ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഫുൾ ടൈം സിസ്റ്റത്തിന്റെ മുന്നിൽ ഒരു 3 to 4 hours ഒരു സെഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റത്തിന്റെ മുന്നിൽ ഇരിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഇപ്പം ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. കാര്യം അവർക്ക് ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ അവർക്ക് അനാലിസിസ് ചെയ്തിട്ട് അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് പോകാവുന്നതാണ്. അപ്പം ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും നമ്മൾ SMC അധികം ഫോളോ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കാര്യം ഒരു ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് സെഷനാണ് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പം മിക്കവർക്കും ആ ഒരു ടൈമിൽ ഇരിക്കാൻ പോസിബിൾ അല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. സോ അതുകൊണ്ടാണ് നമ്മൾ റേഞ്ച് സൈക്കിൾ കൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരിക്കലും റേഞ്ച് സൈക്കിൾ കൺസെപ്റ്റ് SMCയെ കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണെന്നോ ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഒരു ഓരോ വർഷം ഇപ്പൊ ഐഫോൺ ഇറങ്ങുമ്പോൾ ഇപ്പൊ ഐഫോൺ 13 ബെറ്റർ ആയിട്ട് അവർ ഐഫോൺ 14 ഇറക്കും. സോ സെയിം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. കുറച്ചുകൂടി ബെറ്റർ ഒരു കൺസെപ്റ്റ് ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഒരു അഡ്വാൻറ്റേജ് ഇതിൽ വരുന്നത് നമുക്ക് രാവിലെ തന്നെ നമുക്കൊരു ഏഷ്യൻ സെഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് ട്രേഡ് കിട്ടും. കൂടുതലും നമ്മളിവിടെ നോക്കുന്നത് ടൈം ആൻഡ് പ്രൈസ് ആണ്. അതായത് നമുക്കിവിടെ ഒരു മേജർ നമ്മളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ടൈമാണ്. ഇന്ന ടൈമിൽ ഇന്നൊരു കൈൻഡ് ഓഫ് എൻട്രി നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ മാർക്കറ്റിൽ കിട്ടും. അതാണ് നമുക്കൊരു അത് മിക്കവാറും ഏഷ്യൻ സെഷൻ കഴിയുമ്പോഴാണ്. അതൊരു 12:30 to 1:30 ടൈമിൽ നമുക്ക് മിക്കവാറും ഒരു എൻട്രി കിട്ടും. സോ അന്നത്തെ ഡേ മൊത്തം ആ ഒരു ഡയറക്ഷൻ നമുക്ക് ക്യാച്ച് ചെയ്ത് പോകാനും പറ്റും. അതൊക്കെയാണ് RCCയിൽ വരുമ്പോൾ ഉള്ള മേജർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇതിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഏഷ്യൻ സെഷൻ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഏഷ്യൻ സെഷൻ ഒരു കോൺഫ്ലുവൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് അറിയാം ഏഷ്യൻ സെഷൻ മിക്കവാറും ഒരു ലിക്വിഡിറ്റിയാണ്. അപ്പം ആ ലിക്വിഡിറ്റി നമ്മൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ട്രേഡിൽ. പിന്നെ 3 candle റൂൾ, പിന്നെ ബുള്ളിഷ് ആൻഡ് ബെയറിഷ് ക്യൂഎം, അത് നമുക്ക് വേറെ കോൺഫ്ലുവൻസ് ആണ് സ്ട്രക്ചർ ഒക്കെ നോക്കുന്ന പോലെ തന്നെ. പിന്നെ ട്രേഡിംഗ് റേഞ്ച്, എപ്പോഴും നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും റേഞ്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത് എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പ്രൈസ് എങ്ങോട്ടായിരിക്കും പോകാനുള്ള ചാൻസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസ് എപ്പോഴും ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ആണ് അത് എടുത്തതെങ്കിൽ നെക്സ്റ്റ് അതൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ആയിരിക്കും എടുക്കുന്നത്. മാർക്കറ്റിൽ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാനാണ് നമ്മൾ റേഞ്ച് ഇവിടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മൾ SMC ട്രാപ്പ്. അത് നമ്മളിതിപ്പോൾ ഈ കണ്ട പോലെ തന്നെ കുറച്ച് സിനാരിയോസ് ഉണ്ട്. SMCക്കാരെ ട്രാപ്പ് ആവാൻ ചാൻസ് ഉള്ള കുറച്ച് സിനാരിയോസ്, അത് നമ്മൾ കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യും. പിന്നെ ടൈപ്സ് ഓഫ് POI, അതായത് നമ്മൾ നോർമലി ഇപ്പം നോക്കുന്ന POI കാട്ടിയും കുറച്ചുകൂടി വേറെ കുറച്ച് POIs ഉണ്ട് മാർക്കറ്റിൽ ആക്ച്വലി, സപ്ലൈ ഡിമാൻഡ് സോൺസ് അല്ലാതെ. അപ്പൊ അതിനെ പറ്റി കൂടുതൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കും. പിന്നെ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം ആൻഡ് പ്രൈസ്, അത് ഒരു ടൈം നമുക്കിവിടെ ഒരു മേജർ കോൺഫ്ലുവൻസ് തന്നെയാണ്. അപ്പം ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് GUവിലെ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മളിവിടെ 4 hourൽ GUവിന്റെ ചാർട്ടാണ് എടുത്ത്. അപ്പം നമുക്കിവിടെ ഒരു മേജർ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ബെയറിഷ് ആണ് ട്രെൻഡ്. നമുക്ക് 1 hour പോവാം. ഇവിടെ ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളിവിടെ ഏഷ്യൻ സെഷൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഏഷ്യൻ സെഷൻ. പ്ലസ് ട്രേഡിംഗ് റേഞ്ച് ഞാൻ ഈ 2 റെഡ് ഡോട്ട് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡിംഗ് റേഞ്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്കൊരു 15 മിനിറ്റ്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബുള്ളിഷ് ക്യൂഎം കിട്ടും. സോ അതിന്റെ അർത്ഥം ഇന്ന് ഏഷ്യൻ ഹൈ ഇന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസസ് കുറവാണ്. സോ അതെന്തായാലും ഹോൾഡ് ചെയ്യും. അതാണ് നമ്മളെ എക്സ്പെക്ടേഷൻ. സംഭവിക്കാതിരിക്കാം. അത് മാത്രമല്ല ബെയറിഷ് ആണ്. സോ നമ്മൾ സെല്ലാണ് നോക്കുന്നത്. അപ്പം നമ്മളെ ട്രെൻഡും കൗണ്ടർ ട്രെൻഡും ബെയറിഷ് ആയി കഴിഞ്ഞാൽ റേഞ്ച് എക്സ്പാൻഷൻ എന്ന് പറയും. സോ നമുക്ക് നെക്സ്റ്റ് ലോ വരെ, അതായത് ട്രേഡിംഗ് റേഞ്ചിന്റെ നെക്സ്റ്റ് ലോ വരെ ടാർഗറ്റ് ചെയ്യാം. കാര്യം നമ്മൾ എക്സ്പെക്ടേഷൻ ഇതും ബ്രേക്ക് ചെയ്ത് പ്രൈസ് പോകുന്നതാണ്. 1 അവറിലാണ് ഞാനിവിടെ POA സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് നോക്കാറില്ല. ഇങ്ങനെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ ഇതിനൊരു റിജക്ഷൻ ബ്ലോക്ക് എന്ന് പറയും. നമ്മളിത് റിജക്ഷൻ ബ്ലോക്ക് ആണ് ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത്. ഏഷ്യൻ സെഷൻ ബ്രേക്ക് ആയി പോകത്തില്ല. കാര്യം അതൊരു ബുള്ളിഷ് QM ആണ് നമുക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഏഷ്യൻ സെഷന്റെ ഹൈ തന്നെ നമ്മൾ എൻട്രി പോയിന്റ് ആയിട്ട് നോക്കിയതും. പിന്നെ മോർ ഓവർ ഈ ട്രേഡിംഗ് റേഞ്ചിന്റെ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുമ്പോഴത്തേക്കും ഇത് വരുന്നത് നമ്മളെ 50% മുകളിലായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് പ്രീമിയത്തിൽ തന്നെയാണ് പ്രൈസ് ഉള്ളത്. സോ ഇതൊക്കെയാണ് ഈ ട്രേഡ് നമുക്ക് നോക്കാനുള്ള കോൺഫ്ലുവൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ലോവർ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡിറ്റി ക്രിയേഷൻസ് നമുക്ക് കിട്ടും. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഏഷ്യൻ സെഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഒരു സെഷൻ തീരാറാകുമ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹയർ ടൈം ഫ്രെയിം പോയിട്ട് എൻട്രീസ് പ്ലേസ് ചെയ്യാം. നമുക്ക് ഇത് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് ഇവനും കൂടെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിന്റെ മുന്നിൽ ഫുൾ ടൈം ഇരിക്കണം എന്നില്ല. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു സെറ്റപ്പ് വെച്ച് നോക്കും, ഈ ഒരു സെറ്റപ്പിൽ ആക്ച്വലി. സോ നമുക്ക് ട്രേഡ് എങ്ങനെ പോയി നോക്കാം. അപ്പം ഏഷ്യൻ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏഷ്യൻ സെഷൻ കഴിഞ്ഞിട്ട് അതിന്റെ ലോ എടുത്തു. അപ്പൊ ഇവിടെ കാണാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതും ആക്ച്വലി ഒരു മാനിപ്പുലേഷൻ ആണ് ഇപ്പം നടന്നത്. അതായത് പല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഏഷ്യൻ ലോ ഇപ്പം സ്വീപ്പ് ചെയ്തു. അപ്പം വൺസ് ഇപ്പൊ ഏഷ്യൻ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ പോവും എന്നുള്ള കൺസെപ്റ്റ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി ആ ആൾക്കാരാണ് ഇവിടെ മാനിപ്പുലേറ്റ് ആവുന്നത്. കാര്യം ഇതിനെ ജൂഡാ സ്വിങ് എന്നൊക്കെ പറയും ICT കൺസെപ്റ്റില്. അതായത് ആ സെഷൻ കഴിഞ്ഞ ഉടനെ മാനിപ്പുലേഷൻ ആയിട്ട് പ്രൈസ് എങ്ങോട്ടാണോ ഫസ്റ്റ് മൂവ് ചെയ്യേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രൈസ് മൂവ് ചെയ്യും. സോ ഇത് നമുക്കൊരു എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഈ ജൂഡാ സ്വിങ് തന്നെ നമുക്ക് ട്രേഡിൽ കിട്ടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ 50% POയിലൊക്കെ ഏഷ്യൻ സെഷൻ തീർന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആ ഒരു ലോയോ ഹൈ വരെയോ ഒരു എൻട്രി നമുക്ക് കിട്ടാറുണ്ട്. ഇന്നത്തെ ഡേ നമുക്കത് കിട്ടിയിട്ടില്ല. ഓക്കെ, 1 അവറിൽ നിങ്ങൾക്ക് കാണാം പ്രൈസ് അവിടെ ടാപ്പിനായി. ഓൾമോസ്റ്റ് 5 പിപ്പാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. നമ്മൾ RR എന്ന് പറയുന്നത് ഫൈനൽ ടാർഗറ്റ് ആണ്. ഇത് 20 RR നിങ്ങൾക്ക് വയ്ക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഏഷ്യൻ ലോ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് വെക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് വെച്ചിട്ട് ചിലർ 5 RR ആകുമ്പോഴത്തേക്കും 50% എക്സിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ചിലർ ഓരോ ലിക്വിഡിറ്റി പോയിന്റ്സ് ലോവർ ടൈം ഫ്രെയിം പോകുമ്പോഴത്തേക്കും അതിൽ കുറച്ചായിട്ട് എക്സിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ നോർമലി ചെയ്യുന്നത് 1:5 അല്ലെങ്കിൽ ഒരു ഏഷ്യൻ ലോയോ ഹൈയോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു 50% ഞാൻ ക്ലോസ് ചെയ്യും. പിന്നെ ഇതിപ്പോ നല്ലൊരു ട്രേഡിംഗ് ഇതാണ്. അതായത് നമുക്കൊരു ട്രേഡിംഗ് എക്സ്പാൻഷൻ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഹൈ RR കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ഫുൾ 50% ബാക്കി ഫുൾ വോളിയത്തിൽ തന്നെ ഞാൻ ബാക്കി കീപ്പ് ചെയ്യും. ഓക്കെ, ഇവിടെയാണ് നമ്മളെ ട്രേഡ് കഴിഞ്ഞത്. നമുക്ക് ഈ ഒരു തിരിച്ച് പ്രൈസ് ഈ പോയിന്റ് എത്തിയിട്ട് തിരിച്ച് പോകുന്ന ഒരു കറക്റ്റ് സിനാരിയോ കാണാം. അത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് പോയതാണ്. ബട്ട് ഇത് രണ്ടും ഇത് എന്തുകൊണ്ട് ഞാൻ ഇവിടെ 50% SL ട്രയൽ ഒന്നും ഈ ഒരു മെത്തേഡ് നമ്മളങ്ങനെ SL ട്രയലിംഗ് ഒന്നും അധികം ഇല്ല. അതിന്റെ മെയിൻ റീസൺ എന്തായാലും ഒരു റേഞ്ച് എക്സ്പാൻഷൻ നടക്കാനുള്ള ചാൻസ് ഇവിടെ വളരെ ഹൈ ആണ്. അതുകൊണ്ടാണ് ടാർഗറ്റ് നമ്മൾ ഇത്രയും വെച്ചത് തന്നെ. പിന്നെ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 12:30 to 1:30, അതായത് ലണ്ടൻ കിൽ സോൺ തൊട്ട് ലണ്ടൻ ഓപ്പൺ ടൈം, ഈ ഒരു മെയിൻ ടൈമിലായിരിക്കണം നമ്മൾ സിസ്റ്റത്തിന്റെ മുന്നിൽ മെയിൻ ആയിട്ട് നിൽക്കേണ്ട ഒരു ടൈം. മിക്കവാറും അതാണ് ടൈം ഒരു ഭയങ്കര കോൺഫിഡൻസ് ആണെന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി 12:30 കറക്റ്റ് ആ എൻട്രി പ്ലേസ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് റേഞ്ച് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണ് ആക്ച്വലി. ചിലപ്പോൾ നിങ്ങൾക്ക് പല ടേംസും
ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഒരു ഇത് തോന്നാൻ ചിലപ്പോൾ. പക്ഷെ കൺസെപ്റ്റ് ഭയങ്കര സിമ്പിളാണ്. പിന്നെ SMC കൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്കാണ് ഇത് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. കംപ്ലീറ്റ്ലി ഒരു ബിഗിനറിന് ഇത് എത്രത്തോളം പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്ന് അറിയില്ല. ബട്ട് SMC കൺസെപ്റ്റിനെ പറ്റി ഒരു നോളജ്, ഒരു ചെറിയൊരു നോളജ് എങ്കിലും ഉള്ള ആൾക്കാർക്ക് ഇത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ഒരുപാട് ലോവർ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫ്യൂസ്ഡ് ആവാണ്ട് ഹയർ ടൈമിൽ തന്നെ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. സോ ഇതാണ് റെയിൻ സൈക്കിൾ കൺസെപ്റ്റ്. ജിയുവിൻ്റെ ഒരു പ്ലസ്, ജിയുവിൻ്റെ ഒരു ബ്രേക്ക് ഡൗണും കൂടെ ആയിരുന്നു. സോ മോർ ബ്രേക്ക് ഡൗൺ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.